ചാലക്കുടി മണ്ഡലത്തിലെ 2020 പാർട്ടിയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സജീവ പ്രവർത്തകരും അടങ്ങുന്ന 200-ൽ പരം വ്യക്തികൾ പാർട്ടി വിടുന്നു. ചാലക്കുടി 2020യുടെ നേതൃത്വത്തിന്റെ അഹങ്കാരവും ഏകാധിപത്യ പ്രവർത്തനവുമാണ് പാർട്ടി വിടുവാനും മാറി ചിന്തിക്കുവാനും ഇടയായിട്ടുള്ളത്. നിയോജക മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ പാർട്ടി വിട്ട പ്രവർത്തകർ ഒന്നടങ്കം സൗഹൃദക്കൂട്ടം ഫൗണ്ടേഷൻ ചാലക്കുടി എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത് പ്രവർത്തനം ആരംഭിച്ചു. പ്രസ്ഥാനത്തിന് എക്സിക്യൂട്ടീവ്, മണ്ഡലം കമ്മിറ്റി, മുനിസിപ്പൽ പഞ്ചായത്ത് തല കമ്മിറ്റിയും വാർഡ് തല കമ്മിറ്റികളും രൂപീകരിക്കാനും തീരുമാനമായി. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശശുദ്ധികൾ എന്ന് പറയുന്നത് ചാരിറ്റി, ജനക്ഷേമം, പ്രകൃതി ദുരന്ത ദ്രുതകർമ്മസേന രൂപീകരിക്കൽ, മനുഷ്യാവകാശ പ്രവർത്തനം, തൊഴിൽ പരിശീലനം തുടങ്ങിയ പദ്ധതികൾ, അതുപോലെ തന്നെ പല ജനോപകാരപ്രദമായിട്ടുള്ള പല പദ്ധതികളും കൊണ്ടുവരാനായിട്ടുള്ള തീരുമാനങ്ങളും ആയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇനി ഇടാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ 1 വർഷമായിട്ട് ചാലക്കുടിയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് ചാലക്കുടി മണ്ഡലത്തിൽ ഞങ്ങൾ തന്നെയാണ് ഇവിടെ ജൂലൈ 31-ാം തീയതി തുടങ്ങി വെച്ച പ്രവർത്തനമാണ് ഇന്ന് ഈ രീതിയിൽ ആയി നിൽക്കുന്നത്. ജൂലൈ 31-ന് അതേപോലെ തന്നെ ആഗസ്റ്റ് 13-ാം തീയതി ഔദ്യോഗികമായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അത് നിങ്ങളിൽ ഓരോരുത്തരും അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ തുടങ്ങി വെച്ച പരിപാടി പല രീതിയിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ തുടർന്ന് നടന്ന പല അവരുടെ പ്രവർത്തന രീതികളും ഏകാധിപത്യപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ കൊണ്ട് മനം മടുത്തിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് അവസ്ഥയിലേക്ക് വന്നത്. ചാലക്കുടി മണ്ഡലം ഭാരവാഹികൾ കേട്ടോ, അതുകൊണ്ട് അതും കൂടി പറയുകയാണ്. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഞങ്ങളൊരു സൗഹൃദ കൂട്ടം, ഒരു ഫൗണ്ടേഷനാണ്. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആക്ട് പ്രകാരം നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു എന്താ പറയുക, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രവർത്തനം. കാരണം നമുക്കൊരു സ്വാതന്ത്ര്യം വേണം. ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറ്റാനാണ്. കാരണം രാഷ്ട്രീയത്തിലും ഇന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയെങ്കിലും അടിമത്ത മനോഭാവമാണ് ഇന്ന് എവിടെയും നമുക്ക് കാണപ്പെടുന്നത്. ഒരു സർക്കാർ സ്ഥാപനത്തിൽ ചെന്നാലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെന്നാലും താഴേക്കുള്ള തട്ടുകാർ വളരെയധികം അടിമത്ത മനോഭാവം അനുഭവിക്കുന്നുണ്ട്. അത് കണ്ട് മനസ്സുമെടുത്ത് ഞങ്ങളും അതിനെ അനുഭവപ്പെട്ടവരാണ്. ഇപ്പൊ ഈ രാഷ്ട്രീയത്തിൽ ചെന്നപ്പോൾ അത് അനുഭവപ്പെട്ടതിന്റെ പ്രസ്ഥാനത്തിലാണ് നമ്മൾ ഇത് മാറി ചിന്തിച്ചത്. സ്വതന്ത്രമായി നമ്മൾ ചിന്തിക്കുന്ന പ്രസ്ഥാനത്തിലൂടെ പോകാമെന്ന് കരുതി. ജനക്ഷേമമാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. സ്ഥാനാർത്ഥി അതൊന്നും നമ്മൾ തുടക്കം കുറിച്ചല്ലേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഭാവി പരിപാടികൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ പോകുന്നത്. അന്ന് നല്ല നിലയിൽ ചിന്തിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നമ്മളോടൊപ്പം നിൽക്കാൻ തരാൻ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഔദ്യോഗിക ഭാരവാഹികളുണ്ട്. ചെയർമാൻ ഉണ്ട്. ഞാൻ പഞ്ചായത്ത് തല കോർഡിനേറ്റർ ആയിരുന്നു. പ്രവർത്തനം ഞാൻ പല പ്രാവശ്യം നേതൃത്വത്തിന്റെ തെറ്റുകളെ നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ നമ്മൾ അതിന്ന് പുറത്ത് ചാടിക്കാനാണ് അത് നേതൃത്വം ശ്രമിച്ചത്. അതുപോലെ പിന്നെ പഞ്ചായത്ത് തല ഭാരവാഹികളാണ് ഹസീന. എല്ലാവരും പ്രവർത്തകരാണ്. തുടക്കം തുടങ്ങിയ സജീവ നമ്മുടെ സൗഹൃദ ഫൗണ്ടേഷൻ എന്ന ഒരു പ്രസ്ഥാനം കണ്ട് അതിൽ ആകർഷണമായിട്ട് വന്ന് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ്. മണ്ഡലത്തിലെ എത്ര പേരുണ്ടായിരുന്നു? 2020യുടെ മണ്ഡലത്തില് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നാണ് ഇപ്പൊ കുറെ 100-200 പേര് ഇപ്പൊ ഞങ്ങള് മാറി. സജീവമായിട്ടുള്ള പ്രവർത്തകർ അതല്ല, അതിൽ കൂടുതൽ ഇപ്പോ മണ്ഡലത്തില് എനിക്ക് തോന്നുന്നു 50ഓളം പേരാന്ന് തോന്നുന്നു. 58 കമ്മിറ്റിയാണ് അതിലുള്ളത്. അതില് പകുതിയിലധികം ആളുകൾ അതിൽ നിന്ന് ഇപ്പൊ മാറി നിൽക്കുകയാണ്. നേതൃത്വത്തിന്റെ പിടിപ്പില്ലായ്മയാണ്. നമ്മൾ പല പ്രാവശ്യം മുകളിലേക്ക് അറിയിച്ചെങ്കിലും അവരത് കണക്കിലെടുത്തില്ല. ഒരു വർഷമായിട്ട് ഞങ്ങൾ ഡീറ്റെയിൽസ് സംസാരിക്കാറുണ്ട്. താഴെ വൈസ് പ്രസിഡന്റ് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രശ്നങ്ങൾ ചാലക്കുടിയിൽ നടക്കുന്നത്. പക്ഷെ അദ്ദേഹവും ഒരു ചിറ്റമനയാണ് നമ്മളോട് സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ ഇങ്ങനെ മാറി ചിന്തിച്ചേക്കുന്നത്. ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഇത് എത്തുന്നുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
നിജസ്ഥിതി അറിയില്ല. ഞങ്ങൾക്കിടയിൽ മതിലുകളുണ്ടോന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ പണമെടുത്തു. നമ്മള് ഒരു കൂട്ടം ആളുകള് നല്ല രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ വരികയും നമ്മൾ അമ്മയെ പരാജയപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, മുന്നോട്ട് തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഫൗണ്ടേഷൻ രൂപീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങിയേക്കുന്നത്. അതെ, എടുക്കാൻ കാരണം ഈ പ്രവർത്തനം അത്രയും ഒരു എന്താ പറയാ ഏകാധിപത്യം, അതിന് അടിമത്തം എന്ന് പറഞ്ഞത്. അതായത് അത് എല്ലാ തലത്തിലും ഉണ്ട്. ഇന്ന് രാഷ്ട്രീയത്തിലായാലും താഴെക്കിടയിൽ അവർ തടയപ്പെടുന്നു. അവര് നേതൃത്വം പറയുന്നത് അനുസരിച്ച് അവരെന്ത് തെറ്റ് ചെയ്താലും അത് അംഗീകരിച്ചുകൊണ്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. കൃത്യമായിട്ട് കാര്യങ്ങൾ അവിടെ എത്തുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കിയ സത്യം. അതായത് ചൂണ്ടിക്കാണിക്കപ്പെടാൻ സാഹചര്യമില്ല. നമ്മളെപ്പോഴും എല്ലാവരെയും തെറ്റുകളും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഈ 2020 എന്ന് പറയുമ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസമില്ലാണ്ട് തുടങ്ങിയ തന്നെയാണ് ചാലക്കുടി മണ്ഡലത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അവരുടെ നേതൃത്വ തലത്തിൽ ഞങ്ങൾ അഴിമതിരഹിത ഭരണം എന്നുള്ള ആ ആവേശത്തിൽ ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാത്ത ആളുകളാണ്. അത് അഴിമതിരഹിത ഭരണം, പിന്നെ അടുത്ത തലമുറയ്ക്ക് ഒരു ജോലി കിട്ടാത്ത അവസ്ഥ, അതിലൊരു മാറ്റം ഉണ്ടാവണം എന്ന് കരുതിയാണ് ഞങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കാൻ വന്നത്. ആം ആദ്മി ഡൽഹിയിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ വരുന്നുള്ള പ്രതീക്ഷ. പക്ഷെ ഞങ്ങൾക്ക് വളരെ ആവേശമുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഗോൾ ഘടകത്തിൽ അവർക്ക് ആ ആവേശം സ്വീകരിക്കാനുള്ള കഴിവില്ല. അതായത് വേരുകള്, ചെറിയ ചെറിയ വേരുകൾക്ക് ശക്തിയുണ്ട്, പക്ഷെ അത് വലിച്ചെടുക്കാനുള്ള കഴിവ് അവർക്ക്. ഉദാഹരണത്തിന് ഇത് തുടങ്ങി വെച്ച ആ ഒരു സംവിധാനത്തെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ തലത്തിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നീതി ലഭിക്കാൻ പോകുന്നില്ല. നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് നീതി ലഭിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് പല പ്രാവശ്യം നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നീതി ലഭിക്കാത്തത് കൊണ്ട് ഇനിയിപ്പോ നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മൾ എങ്ങനെ നീതി ലഭിക്കും? പല പ്രവർത്തനങ്ങളും കൊടകര പഞ്ചായത്തിൽ ഒരു 200ഓളം, ഒരു വാർഡ് തലത്തിൽ 200-200-ൽ അധികം പ്രവർത്തകർ വാർഡ് തല സംഗമം നടത്തുന്നുണ്ടായിരുന്നു. വാർഡ് കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റുള്ള തലങ്ങളിലേക്ക് അത്ര വ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും പക്ഷെ അവർ പലതും അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല എന്ന ഒരു ഇതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെയുള്ള നേതൃത്വത്തിന് വിശ്വാസത്തിലെടുത്തിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിന് കടുത്ത തീരുമാനത്തിലേക്ക്, പിന്നെ അതൃപ്തരായിട്ടുള്ള പ്രവർത്തകര്, അത് തന്നെയാണ് പറയാൻ പറ്റും. സോറി, അതില് ചെയർമാൻ നമ്മൾക്ക് കൂടുതൽ പറയാനുള്ളത്, ഞാൻ ആൽഫ പലിയേറ്റീവ് കെയറിന്റെ ജോയിന്റ് സെക്രട്ടറി ആണ്. അപ്പോൾ ഇതില് തീർച്ചയായിട്ടും പല തലങ്ങളിലേക്ക് നമുക്ക് പ്രവർത്തന മേഖല എത്തിക്കാൻ സാധിക്കും. രാഷ്ട്രീയ പാർട്ടികളിലെ അല്ലെങ്കിൽ അതേ രീതിയിലല്ലല്ലോ, നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പൊ മണ്ഡലം തലത്തിൽ തുടങ്ങി പഞ്ചായത്ത് തലം, മുനിസിപ്പാലിറ്റി, വാർഡ് തലത്തിലേക്ക് വരെ നമ്മൾ കമ്മിറ്റികൾ രൂപീകരിച്ച് അവിടെ ജനങ്ങൾക്ക് പിന്നെ ഏത് തരത്തിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്കറിയാം, എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ പല ഡിപ്രഷൻ സ്റ്റേജുകൾ ഇത് ചെയ്ത് നടക്കുന്നവരായിരിക്കും. അവർക്ക് മാനസികമായിട്ട് അവരെ കൃത്യമായിട്ടുള്ള ചികിത്സാ രീതികൾ അറിയാലോ. സൈക്കോളജിസ്റ്റുകൾ, അതേപോലെ തന്നെ ചാരിറ്റി പാലിയേറ്റീവിന്റെ ഡോക്ടേഴ്സ്, ഇവരൊക്കെ നമ്മളുടെ ഇതിൽ സഹകരിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ പല പിന്നെ ചാരിറ്റി സംഘടനകളുമായിട്ടും നമ്മൾ ഓൾറെഡി ടൈപ്പായി കഴിഞ്ഞു. അപ്പൊ പല തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശശുദ്ധി. അത് ആത്മാർത്ഥമായി സത്യസന്ധമായി എത്തിക്കും എന്നതാണ് സൗഹൃദ കൂട്ടായ്മയുടെ പ്രതിജ്ഞ, ലക്ഷ്യം. സാമൂഹ്യ പ്രവർത്തനം, നീതി നമുക്ക് ലഭിച്ചില്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ പലവട്ടം, അതെ നീതി ലഭിക്കാത്തത് കൊണ്ടാണ്, ഒരുപാട് ആളുകൾ അസംതൃപ്തരായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വന്നത്. നല്ലൊരു പ്രതലായിരിക്കും 2020 എന്ന് വിചാരിച്ചു, പ്രതീക്ഷിച്ചു. നേതൃത്വത്തിൽ വരുന്ന ചാലക്കുടിയിലെ നേതൃത്വത്തിലാണ് മെയിൻ ആയിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നില്ല. 2020 മോശമാണെന്ന് പറയും. പാർട്ടിയല്ല ഇവിടെ മോശം, വ്യക്തികളാണ് മോശം. വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യമാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. അതല്ല ഒരു നേതാവിന് വേണ്ടത്.
നേതൃത്വം നിലനിൽക്കണമെങ്കിൽ പ്രവർത്തകർ വേണം, അണികൾ വേണം. അതില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പുതിയ ഒരു ഭാരവാഹിത്വം പറയണമെങ്കിൽ നിങ്ങൾ വീണ്ടും സഹകരിക്കാം. അത് അവർ വരട്ടെ, അപ്പൊ ആലോചിക്കും അതിനെ കുറിച്ച്. ഇതിൽ നമ്മള് സൗഹൃദക്കൂട്ടം എന്ന ഫൗണ്ടേഷനായിട്ട് നമ്മൾ രൂപം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഇതില് അവർ വന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചർച്ചകൾക്ക് തയ്യാറാണ്. പക്ഷെ ഒരിക്കലും സൗഹൃദക്കൂട്ടം വിടാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നുണ്ട്. അത് ഞങ്ങളെ ചാരിറ്റി തുടർന്നുകൊണ്ട് പോകും. അത് പാർട്ടി എന്താണ് അവർക്ക് എന്തെങ്കിലും കോംപ്രമൈസിന് പറയുകയാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കും. ഞങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് നീങ്ങാൻ തയ്യാറാണെങ്കിൽ നമ്മൾ കോമ്പറ്റ് ചെയ്യും. നമുക്ക് രാജീവ് കൊടുത്തു, രാജു ഇന്നലെ രാത്രി ഞാൻ കൊടുത്തു. കൂട്ടായ്മ രൂപീകരിച്ച് ഏതാണ്ട് എല്ലാവരും മെമ്പർമാരും ഇതില് 10-ലധികം പേര് ഇപ്പോഴത്തെ നിലവിലെ ഔദ്യോഗിക കമ്മിറ്റിയിലുള്ളത്. അല്ലാതെ തന്നെ തുടക്കത്തില് എല്ലാവരും നമ്മള് സജീവ പ്രവർത്തകരാണ്. തുടക്കം തുടങ്ങി പാർട്ടി രൂപീകരിച്ചു തുടങ്ങി എല്ലാവരും സജീവ പ്രവർത്തകരാണ് ഇവിടെ. സജീവ പ്രവർത്തകര് വന്നിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ തൽപര കക്ഷികളെ അവർക്ക് അവസാന പാടുന്നവരെ മാത്രമാണ് ആ കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിച്ചത്. ശരിക്കും 100% പ്രവർത്തിച്ചവരൊക്കെ ആ സമയത്ത് തടയപ്പെട്ട ഒരവസ്ഥ വന്നു. അപ്പം ചിലർക്ക് അസംതൃപ്തി ഉണ്ടായി. സംഘടനാ തെരഞ്ഞെടുപ്പൊന്നും അവർക്ക് ഇഷ്ടമുള്ളവരെ പല ആരും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കുറവ് സംസാരം തന്നെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയൊരു കുറവായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ അതിലേക്ക് നമ്മൾ മാക്സിമം ശ്രമിച്ചു ആ രീതിയിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ട്. പക്ഷെ എന്തുകൊണ്ടോ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, നമുക്കത് നീതി ലഭിക്കാത്ത ഒരു ഇത് വന്നപ്പോൾ മാത്രമാണ് നമ്മളിങ്ങനെ നിലവിൽ നമ്മൾ ചാരിറ്റി പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ആൽഫ പാലിയേറ്റീവ് കെയർ ഞാൻ ആൽഫയുടെ ജോയിന്റ് സെക്രട്ടറി ആണ്, ഇപ്പൊ എക്സിക്യൂട്ടീവിലുണ്ട് ഈ കാരണ കാര്യം. ഞാനൊരു പ്രവാസിയാണ് അതിലുപരിയായിട്ട്. അപ്പോ വരുന്ന സമയത്ത് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ പല ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മളുണ്ട്, ചാലക്കുടി ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറെ തലത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? മണ്ഡലം തുടങ്ങിയിട്ട് വാർഡ് തലത്തിൽ വരെ വളരെ സജീവം പറ്റും. അപ്പൊ അവിടെ ഒരാൾക്കും നീതി ലഭിക്കാതെ പോകില്ല. അതല്ലാതെ എല്ലാ രീതിയിലുള്ള സേവനങ്ങളും ലഭ്യമാക്കാനായിട്ടുള്ള സുതാര്യമായിട്ടുള്ള രീതിയാണ് നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. ഓക്കെ.